നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ ചെന്ന് നിൽക്കുക. അത് 1-2 ദിവസമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. മാസക്കണക്കിന്. ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. ഞാൻ എപ്പോഴും ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്നെ ചേർത്ത് പിടിച്ചത് എന്റെ പെങ്ങളാന്ന് പറഞ്ഞൊരൊറ്റ ആളേ ഉള്ളൂ. അതെന്റെ ഏട്ടനാ. ഇറങ്ങാം മുത്തശ്ശി. ഇനി നിന്നാ ഞാൻ ചിലപ്പോ കരഞ്ഞു പോവും. ഞാൻ ഭാഗ്യമുള്ള കുട്ടിയാ. ഏതോ പെരുവഴിയിൽ കിടന്ന എനിക്ക് അച്ഛനും അമ്മയും ഭാര്യക്കൊരു സ്നേഹം തന്നു. പിന്നെ നിങ്ങളെല്ലാവരും എല്ലാം കൊണ്ടും ഭാഗ്യ. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ദൈവം ശപിച്ചതായെന്ന്. അല്ല, ദൈവം അനുഗ്രഹിച്ചതെന്നെ. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ചത്. ഞാൻ ഇറങ്ങും.
ശരിക്കും അതെ മേ. ഏട്ടന് സുഖായില്ലേ? ഏട്ടൻ നടന്നു തുടങ്ങിയില്ലേ? പിന്നെന്തിനാണ് ഞാനവിടെ? അല്ല, അച്ഛനവിടെ? ആ വാ, അച്ഛനകത്തുണ്ട്. ദേവേട്ടാ, അച്ഛ, ജയിച്ചു അല്ലേ? കുറച്ചു മുമ്പേ വരുണിന്റെ അച്ഛനും മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു. എന്താ പറയാ, അവര് നന്ദി പറയാണോ കരയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് നീ ചെയ്ത പുണ്യത്തെക്കുറിച്ചാണ്. അച്ഛനല്ലേ ഭഗവാനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നത്? ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച തോറ്റുപോയില്ലെന്ന് പറഞ്ഞു തന്നതും അച്ഛനല്ലേ? ഒക്കെ ആ ഭഗവാൻ ചെയ്തതാ. ഒരു കാര്യത്തില് അച്ഛന് വലിയ സമാധാനം തോന്നുന്നുണ്ട്. വരുണിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകള് പ്രിയങ്കയുടെ ജീവിതത്തിന് ഗുണമായിട്ട് വരിക. ഇനി അവൾ അവിടെ സുരക്ഷിതായിരിക്കുന്ന അച്ഛന് ഉറപ്പായി. കണ്ടോ അമ്മേ, എന്റെ മോള് തിരിച്ചു വന്നു. എനിക്ക് കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കണിമംഗലത്തുകാര് പറയുന്നത് സൂര്യയുടെ അസുഖം മാറ്റിയത് വൈദ്യരല്ല, രാധിക മോളാണ്. ആ, വലിയ വലിയ ആളുകൾ അങ്ങനെ ചില മര്യാദകളൊക്കെ കാണിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആരും തുള്ളാനൊന്നും നിൽക്കണ്ട. അല്ല, എന്നിട്ട് എന്താ ഇനി പോന്നത്? കണിമംഗലത്ത് സുഖം പിടിച്ച് നിൽക്കല്ലായിരുന്നോ? എന്താ അമ്മേ ഇത്? മോള് വന്നു കയറിയപ്പോ തന്നെ തുടങ്ങി വരാന്നു. എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ ചെന്ന് നിൽക്കുക. അത് 1-2 ദിവസമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. മാസക്കണക്കിന്. ഇന്ന് നല്ലത് പറയുന്നവര് നാളെ അതിന്റെ കണക്കും പറയും. അങ്ങനെയൊന്നും ഇല്ല അമ്മ. അവിടെ ആരാ അങ്ങനെയൊക്കെ പറയാൻ? കുടുംബ ബന്ധങ്ങളുടെ കാര്യമൊന്നും നിനക്ക് അറിഞ്ഞൂടാ യശോദേ. എല്ലാവരുടെ നാവും നാമം ജപിക്കാൻ വേണ്ടിയല്ല. ദേവ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഐശ്വര്യദേവതയുടെ കാര്യം കൊണ്ട് അവിടെ ഒരാളെ എഴുന്നേറ്റ് നടന്നില്ലേ എന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഈ മോളെ അങ്ങോട്ട് സർക്കിട്ടിന് വിടണ്ട. വേറെ ഒന്നും കൊണ്ടല്ല. പണ്ട് പെരുവഴിയിൽ ഇവളെ ആരോ കൊണ്ട് കിടത്തിയതുപോലെ ഇവളൊരു സ്ഥലത്ത് വേറെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയി കിടത്തരുതല്ലോ. എന്താ അപശകുനം പിടിച്ച് വർത്തമാനം അമ്മ ഈ പറയുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.